ഓം ശാന്തി. ഏതൊരു കാര്യവും നന്നായി ചെയ്യുന്നതിൻ്റെ പിന്നിലെ ഒരാളുടെ ഉള്ളിലെ വലിയൊരു ശക്തിയാണ് ആത്മവിശ്വാസം എന്ന് പറയുന്നത്. ഇത് വർദ്ധിപ്പിക്കാനുള്ള 4 വഴികളാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യമാണ് ആക്സെപ്റ്റൻസ്. നമ്മളെന്താണോ നമ്മളെ അതുപോലെ നമുക്ക് മനസ്സിലാക്കാനും അറിയാനും സ്വീകരിക്കാനും സാധിക്കണം. എന്തെങ്കിലും കുറവുകൾ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ആ കുറവുകളെ ഇല്ല എന്ന് മറ്റുള്ളവരുടെ മുന്നിൽ പറയുന്നത് കൊണ്ട് ആ കാര്യത്തെ നമുക്ക് മറച്ചു വയ്ക്കാനേ സാധിക്കുള്ളൂ, ഇല്ലാതാക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് ഏറ്റവും നല്ല കാര്യം, ഒരു കാര്യം നമ്മൾ ഉൾക്കൊണ്ടിരിക്കേണ്ട ഒരു കാര്യം എന്താ അറിയോ, ഏതൊരു കുറവും ഏതൊരു വീക്ക്നെസ്സും ഒരാൾക്ക് ഇല്ലാതാക്കാൻ പറ്റാത്തൊന്നില്ല. കാരണം ഓരോ വ്യക്തിത്വവും അതിൻ്റെ ഒറിജിനലായിരിക്കുന്ന ഫോമിൽ ആന്തരിക വ്യക്തിത്വത്തിൻ്റെ ഉള്ളിലെ 7 ഗുണങ്ങൾ, ജ്ഞാനം, ശാന്തി, സ്നേഹം, ശക്തി, പവിത്രത, കരുണ, ആനന്ദം, ഈ 7 ഗുണങ്ങളും അതിൻ്റെ പെർഫെക്റ്റ് ഫോമിലിരിക്കുന്നതാണ് വാസ്തവത്തിലെ ഓരോ വ്യക്തിത്വത്തിൻ്റെയും ഒറിജിനൽ ഫോം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ 7 ഗുണങ്ങളിലെ ഭാവങ്ങളെ 1-2 ഗുണം കൂടി ചേർന്നാണ് വ്യാവഹാരിക മൂല്യങ്ങളായിക്കൊണ്ട് ജീവിതത്തിൽ വരുന്നത്. ഈ മൂല്യങ്ങൾ ആധാരത്തിൽ ഒരാൾ പ്രവർത്തിക്കുമ്പോഴാണ് അവരുടെ ആത്മവിശ്വാസം വർദ്ധിക്കുന്നത്. അതുകൊണ്ട് എന്തെങ്കിലും ഒരു കുറവ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ആ കുറവിനെ എനിക്ക് കുറവുണ്ട് എന്ന് മാനിക്കുന്നതോടെ ആ കുറവിനെ ഇല്ലാതാക്കാനുള്ളതായിട്ടുള്ളൊരു വഴി തുറന്നു കിട്ടുകയാണ്. ഉണ്ട് എന്ന് മാനിക്കുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അയ്യോ ഞാൻ സംസാരിക്കാൻ കഴിവില്ലാത്ത ഒരാളാണ്, അയ്യോ ഞാൻ ഇത് ചെയ്യാൻ കഴിവില്ലാത്ത ഒരാളാണ്, ആ തോട്ട് ക്രിയേറ്റ് ചെയ്യലല്ല. അതിൻ്റെ പേര് ആക്സെപ്റ്റൻസ് എന്നല്ല, ഗിൽറ്റി കോൺഷ്യസ് എന്നാണ് പറയുക. ഞാൻ ഇല്ലാത്തവളാണ്, അല്ലെങ്കിൽ കോംപ്ലക്സ്, ഇൻസെക്യൂരിറ്റി, അല്ലെങ്കിൽ നമുക്ക് പറയാം അപകർഷതാബോധം, ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് എന്നൊക്കെയാണ് അതിനെ പറയുന്നത്. ഞാൻ കോംപ്ലക്സിറ്റി ഡെവലപ്പ് ചെയ്യാനല്ല പറയുന്നത്, പക്ഷേ എൻ്റെ ഉള്ളിലുള്ള കുറവുകളെ മറ്റുള്ളവരുടെ മുന്നിൽ അറിയപ്പെടുമോ, അവർ പറഞ്ഞാൽ ഞാനത് അംഗീകരിച്ചാൽ തെറ്റാവോ എന്ന് കരുതിക്കൊണ്ട് അതില്ലെന്ന് വാദിക്കാൻ നോക്കുന്നതായിട്ടുള്ള ശ്രമം അത് നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കുറയ്ക്കുകയുള്ളൂ. കാരണം പുറത്ത് നിങ്ങൾ ഡെവലപ്പ് ചെയ്തതായിട്ടൊരു ഇമേജ് വേറെ ഉണ്ടായിരിക്കും, അകത്ത് ഒറിജിനലി നിങ്ങൾ എന്താണോ അത് നിങ്ങൾക്ക് നിങ്ങളെ അറിയുകയും ചെയ്യാം. അങ്ങനെ വരുമ്പോൾ പുറത്ത് നിങ്ങൾ ഉണ്ടാക്കിയെടുത്ത ഇമേജിൻ്റെ ആധാരത്തിൽ നിങ്ങളോട് ഒരാളൊരു കാര്യം ചെയ്യാൻ ആവശ്യപ്പെടുമ്പോൾ ഉള്ളിൽ ടൂ മച്ച് സ്ട്രെസ് അനുഭവിക്കാൻ തുടങ്ങും. കാരണം എനിക്ക് എന്നിൽ വിശ്വാസമില്ല, ഞാൻ എൻ്റെ പല കുറവുകളെയും ഒളിപ്പിച്ചു വെച്ചത് എനിക്കറിയാം ഞാൻ എന്താണെന്ന്. നമ്മളെ പറ്റിക്കാൻ നമുക്ക് പറ്റില്ലല്ലോ. അതുകൊണ്ട് നമ്മുടെ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ ആ കുറവുകളുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഏതൊരു കുറവിനും ഓപ്പോസിറ്റ് ആയിക്കൊണ്ട് അതിൻ്റെ വാല്യൂ ഉണ്ടാവും. ആ വാല്യൂ പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് അതിനെ ഇല്ലാതാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കുന്ന, ഫോർ എക്സാമ്പിൾ ഭയമാണെന്ന് വിചാരിക്കും എനിക്കുള്ളത്, ഭയമാണ് എൻ്റെ ഏറ്റവും വലിയ വീക്ക്നെസ് എങ്കിൽ ഓപ്പോസിറ്റായിട്ട് ആത്മാവിൻ്റെ ഒറിജിനൽ ഗുണമായിരിക്കുന്ന ശക്തി എന്ന വാല്യൂ നിങ്ങളുടെ ഉള്ളിൽ ഡെവലപ്പ് ചെയ്താൽ, പ്യൂരിറ്റി ഡെവലപ്പ് ചെയ്താൽ സ്വാഭാവികമായിക്കൊണ്ട് ഭയത്തെ ഇല്ലാതാക്കാൻ സാധിക്കുന്നതേ ഉള്ളൂ. ക്രോധമാണ് നമ്മുടെ വീക്ക്നെസ് എങ്കിൽ ശാന്തിയെ ഡെവലപ്പ് ചെയ്താൽ നിങ്ങൾക്ക് ക്രോധത്തെ ഇല്ലാതാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. പെട്ടെന്ന് മൂഡ് ഓഫ് ആവുന്ന സ്വഭാവമാണ്, ദുഃഖിയാകുന്ന ക്യാരക്ടറാണ് നമുക്കുള്ളതെങ്കിൽ ആത്മാവിൻ്റെ ഒറിജിനൽ സ്വരൂപം തന്നെ സച്ചിദാനന്ദ സ്വരൂപമാണ്. ആ സ്വരൂപമാണ് ഞാനെന്ന് ആക്സെപ്റ്റൻസ് എൻ്റെ ഉള്ളിൽ വരുമ്പോൾ അതനുസരിച്ചുള്ള തോട്ട് എൻ്റെ ഉള്ളിൽ വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആ ഒരു നെഗറ്റിവിറ്റിനെ ഇല്ലാതാക്കാൻ പറ്റുന്നതാണ്. പക്ഷേ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു കാര്യമുണ്ട് എന്ന് ഞാനതിനെ ഉൾക്കൊള്ളാത്തിടത്തോളം കാലം ഒരിക്കലും അതിനെ മാറ്റാൻ എനിക്ക് സാധ്യമല്ല, മറയ്ക്കാനേ സാധിക്കുള്ളൂ. മറച്ചു വെച്ചതായിട്ടുള്ള കാര്യങ്ങൾ എപ്പോഴും നമ്മുടെ ഉള്ളിൽ നാളെ മറനീക്കി പുറത്തു വരുമോ എന്നുള്ളതായിട്ടുള്ള ഭയം, ഇത് തീർച്ചയായിട്ടും നിങ്ങളുടെ കോൺഫിഡൻസ് ലെവലിനെ ഇല്ലാതാക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് നമ്മുടെ ഗുണങ്ങളാണെങ്കിലും ശക്തികളാണെങ്കിലും നമ്മുടെ വീക്ക്നെസ് ആണെങ്കിലും ഇതിങ്ങനെ ഉണ്ട് എന്നാദ്യം സ്വീകരിക്കാനുള്ളൊരു മനസ്സ്. പിന്നെ മറ്റൊരു കാര്യം, ഓരോ വ്യക്തിയും ഈ ഭൂമിയിൽ അവനവൻ്റെതായിട്ടുള്ള വിശേഷതകൾ കൊണ്ടുവന്നവരാണ്. ഓരോരുത്തരും അവനവൻ്റെതായിട്ടുള്ള ആക്ടിവിറ്റി അവർക്കാവുന്ന രീതിയിൽ നന്നായി ചെയ്യുന്നുമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഞാൻ പറയുന്ന പോലെ തന്നെ ചെയ്യണം എന്ന് നിങ്ങൾ പറയാൻ പോകുമ്പോൾ നിങ്ങളും അവർ തമ്മിലൊരു സംഘർഷം ഉണ്ടാവും. ഇതും നമ്മൾ പറയുന്ന കാര്യം ഒരു മാനിച്ചില്ല എന്നുള്ള തോന്നൽ നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ കുറയ്ക്കുകയുള്ളൂ. അതുകൊണ്ട് അംഗീകാരം കോൺഫിഡൻസ് ലെവലിനെ കൂട്ടും. കൊച്ചുമക്കൾക്ക് കണ്ടിട്ടില്ലേ നിങ്ങൾ, ഒരു കുട്ടി ഒരു പ്രോഗ്രാം ഒരു പാട്ട് പാടി നമ്മളെല്ലാവരും കൂടെ കൈയടിച്ചാൽ സൂപ്പറായി എന്ന് പറഞ്ഞാൽ കുട്ടി ഉടനെ എനിക്ക് ഈ പാട്ടും അറിയാം എന്ന് നമ്മളോട് പറയും. അവൻ്റെ കോൺഫിഡൻസ് ലെവൽ ഉണരുന്നു. ഈ കുട്ടി എന്നും നമ്മുടെ ഉള്ളിലൊക്കെ തന്നെയുണ്ട്. അതുകൊണ്ട് അംഗീകാരം കിട്ടുന്നത് ഒരാൾക്ക് ആദരവ് കൊടുക്കുമ്പോഴാണ് ആദരവ് കിട്ടുക, അല്ലാതെ ഒരാളെ അപമാനിച്ചിട്ടൊരിക്കലും നമുക്ക് ആദരവ് കിട്ടില്ല.
അതുകൊണ്ട് ആദരവ് കൊടുക്കൂ, അവരെന്തോ അതുപോലെ സ്വീകരിക്കൂ. എന്നാൽ അവർ നിങ്ങളായിക്കൊണ്ട് സ്വീകരിക്കാൻ തയ്യാറാവും, നിങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാവും. കോൺഫ്ലിക്റ്റ് കുറയും, നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കൂടും. പിന്നെ രണ്ടാമത്തെ ട്രീറ്റ്മെൻറ്റാണ് ശരിക്കും അഫർമേഷൻ എന്ന് പറയുന്നത്. ഞാൻ ശാന്തസ്വരൂപാത്മാവാണ്. ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തരികയാണ്, എനിക്ക് വല്ലാതെ പേടിയുള്ള ആളാണ്. ചില ആളുകൾക്കുണ്ടല്ലോ, അവിടെ ഒരു ശബ്ദം ഒന്ന് ടക്കുന്നൊരു ശബ്ദം കേട്ട ഇവിടെ ഞെട്ടി, ഒരാളൊന്ന് ഉറക്കെ പറഞ്ഞാൽ അപ്പോഴത്തേക്ക് ഞെട്ടി, എനിക്ക് ഉറക്കെ സംസാരിച്ചാൽ ഞാൻ ആകെ വല്ലാണ്ടായി പോവും, പിന്നെ എന്നെക്കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റാണ്ടായി പോകും എന്നൊക്കെ പറയും. ആ ഒരു അവസ്ഥ എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്? ഉള്ളിലുള്ളതായിരിക്കുന്ന ശക്തിയുടെ കുറവ് കൊണ്ടാണ്. അതുകൊണ്ട് ഞാൻ മാസ്റ്റർ സർവശക്തിവാൻ ആത്മാ എന്ന് സ്വയം ആ ഒരു സ്റ്റാറായി കണ്ടുകൊണ്ട് ആ വൈബ്രേഷൻസിനെ ചുറ്റും സ്പ്രെഡ് ചെയ്തുകൊണ്ട് പരമാത്മാവിനെ ഓർമ്മിച്ചുകൊണ്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഭയത്തിനെ ഇല്ലാതാക്കാൻ സാധിക്കും. ഒരു തവണ പറയുകയല്ല, നിങ്ങൾ ആദ്യം ചെയ്യുന്ന സമയത്ത് പലതവണ അഫർമേഷൻ ചെയ്ത് ആ ഫീൽ ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു ദിവസത്തിൽ എത്ര തവണ സാധിക്കുമോ അത്ര തവണ വിത്ത് ഫീലിംഗ് ആ കാര്യത്തെ നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതാണ് റിയൽ അഫർമേഷൻ എന്ന് പറയുന്നത്. ഇതിലൂടെ നമ്മുടെ ക്യാരക്ടറുള്ളതായിരിക്കുന്ന ഏതൊരു ഡിഫക്റ്റിനെയും നമുക്ക് ഇല്ലാതാക്കാൻ സാധിക്കുന്നതേ ഉള്ളൂ. പിന്നെ മറ്റൊരു കാര്യം, സെൽഫായിട്ട് എനിക്ക് ഞാൻ കൊച്ചു കൊച്ചു സമ്മാനങ്ങൾ കൊടുക്കാൻ തയ്യാറാവണം, അഥവാ എൻ്റെ കൊച്ചു കൊച്ചു വിജയങ്ങൾക്ക് ഞാൻ ആഘോഷിക്കാൻ തയ്യാറാവണം. ഫോർ എക്സാമ്പിൾ, നമ്മൾ പഠിക്കാനിരിക്കുകയാണ്, ഒരു 2 മണിക്കൂർ സമയം ഞാൻ ഫുൾ കോൺസെൻട്രേഷനോടെ പഠിച്ചു കഴിഞ്ഞാൽ ഞാനൊരു പാട്ട് കേൾക്കും, എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ട് ഞാൻ കേൾപ്പിക്കാമെന്ന് സ്വയം അവനോട് പറയുക. ആ 2 മണിക്കൂർ പഠിച്ചു കഴിയുമ്പോൾ ആ പാട്ട് കേൾപ്പിച്ചു കൊടുക്കുക. സ്വയം നമുക്ക് കിട്ടിയ ഗിഫ്റ്റാണ്, പക്ഷേ ഉപബോധ മനസ്സിനുള്ളിൽ അതൊരു വലിയ സമ്മാനം കൊടുക്കലാണ്. നമുക്കൊരു നല്ല ഹാപ്പിയായിട്ടൊരു കാര്യം ഉണ്ടായി, അറ്റ്ലീസ്റ്റ് ഒരു ചോക്ലേറ്റ് എങ്കിലും വാങ്ങി എല്ലാവർക്കും കൊടുത്ത് ആഘോഷിച്ചോളൂ അതിനെ. കാരണം ആ വിജയം നമുക്ക് സ്വയം നമ്മൾ തീർക്കുന്നതായിട്ടുള്ളൊരു ആദരവാണ്. അത് നമ്മുടെ കോൺഫിഡൻസ് ലെവലിനെ നന്നായിട്ട് കൂട്ടും. അതുകൊണ്ട് കൊച്ചു കൊച്ചു വിജയങ്ങൾക്ക് സന്തോഷിക്കാനും അംഗീകരിക്കാനും മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യാനും ഹാപ്പി ആവാനും നമ്മൾ പരമാവധി നോക്കണം. ക്രിറ്റിസിസം എവിടെന്നെങ്കിലും വരുന്നുണ്ടെങ്കിൽ അത് ഉള്ളതാണെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ ആക്സെപ്റ്റൻസ് എന്ന് എടുക്കുക. ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട്, ആൾ ക്രിട്ടിസൈസ് ചെയ്യുന്ന സമയത്ത് അതുള്ള കാര്യമാണെങ്കിൽ ഓക്കെ ഉള്ളതാണ്, ഞാനത് സ്വീകരിച്ചിരിക്കുന്നു. ഇല്ലാത്തതാണെങ്കിൽ അത് ഇല്ലാത്തതാണ്, അതുകൊണ്ട് ഇല്ലാത്തതാണ് എന്ന് ഞാൻ സ്വീകരിക്കുന്നു. 2 രീതിയിൽ എനിക്ക് സ്വീകരിക്കാം, രണ്ടും എന്നെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവാണ്. അതുകൊണ്ട് നെഗറ്റീവിനെ നെഗറ്റീവ് കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് പോസിറ്റീവ് കിട്ടുമെന്ന് പറയാൻ കാരണം അതാണ്. നമ്മുടെ ലൈഫിലായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള ഇവൻസിനെ മറന്നു കളഞ്ഞേക്കൂ, നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് നമുക്ക് പോസിറ്റീവ് കിട്ടുക തന്നെ ചെയ്യും. അതേസമയം പോസിറ്റീവ് ഇൻറ്റു നെഗറ്റീവാണ് എനിക്ക് നെഗറ്റീവാണ് കിട്ടുക. എൻ്റെ ഉള്ളിലൊരു ഗുണത്തിന് മറ്റൊരാൾ എനിക്കില്ലാത്തതെന്ന് പറഞ്ഞ് വിമർശിക്കുമ്പോൾ ഞാൻ അതിനെ സ്വീകരിച്ചാൽ എനിക്ക് എൻ്റെ ഗുണം കുറയും. അതുകൊണ്ട് അതിനെ ഞാൻ സ്വീകരിക്കാതിരിക്കുന്നു, ഞാനിതാണ് എന്ന് ഞാനപ്പോൾ സ്വീകരിക്കുന്നു. അവിടെയും എൻ്റെ കോൺഫിഡൻസ് ലെവൽ എനിക്ക് കൂട്ടാൻ സാധിക്കും. അതുകൊണ്ട് നല്ലതിനെ സ്വീകരിക്കാനും വേണ്ടാത്തതിനെ ഒഴിവാക്കാനുള്ളതായിരിക്കുന്ന മനസ്സ്, അത് എപ്പോഴും ആര് പറയുകയാണെങ്കിലും സ്വയം ഒരു വിശകലനം നമുക്ക് ആവശ്യമാണ്. ഓക്കെ, ഇവരിത് പറയുന്നുണ്ട്, എന്താണ് എൻ്റെ കാര്യത്തിൽ ശരിയായത്, അതിനൊന്ന് വിശകലനം ചെയ്തുകൊണ്ട് വേണ്ടതാണെങ്കിൽ സ്വീകരിക്കുകയും വേണ്ടാത്തതാണെങ്കിൽ ഒഴിവാക്കുകയും ചെയ്യാൻ ശ്രമിച്ചാൽ ഇതും നമ്മുടെ കോൺഫിഡൻസ് ലെവൽ നന്നായിട്ട് കൂട്ടുന്നൊരു കാര്യമാണ്. പിന്നെ ഒന്ന് നമ്മുടെ പ്രെയർ, ഈശ്വരനോടതായിട്ടുള്ള പ്രാർത്ഥന. നമ്മുടെ ലോകത്ത് ആരും കൂടെ ഇല്ല എങ്കിലും ഭഗവാൻ എൻ്റെ കൂടെ ഉണ്ട് എന്നൊരാൾക്ക് തോന്നിയാൽ ഈ ഭൂമി മുഴുവൻ എതിർത്താലും ഞാൻ ഒറ്റയ്ക്ക് നിന്ന് ഈ ലോകത്തെ ജയിക്കും എന്നുള്ളതായിരിക്കുന്ന കോൺഫിഡൻസ് ലെവൽ ഒരു മനുഷ്യന് വർദ്ധിക്കും. അതുകൊണ്ട് ഈശ്വരനുമായിട്ടുള്ളതായിട്ടുള്ള ലിങ്ക്, അതിൻ്റെ പേരാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് മെഡിറ്റേഷനിലൂടെ നിങ്ങളും ഭഗവാനും തമ്മിലൊരു സമീപ ബന്ധമുണ്ടെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ ഏത് സാഹചര്യത്തിനെ അതിജീവിക്കാനും കോൺഫിഡൻസ് ലെവലിനെ വർദ്ധിപ്പിക്കാനും നിങ്ങൾക്ക് സാധിക്കും. അടുത്ത കാര്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ കംഫർട്ട് സോണ് പുറത്തു വരിക എന്നുള്ളതാണ്. കാരണം എപ്പോഴും നമ്മളിരുന്ന കസേരയിൽ നിന്ന് എഴുന്നേറ്റാൽ മാത്രമാണ് ആ എഴുന്നേൽക്കുന്നതിനും നടക്കുന്നതിനും സുഖം അനുഭവിക്കാൻ പറ്റുള്ളൂ. ഒരു മാറ്റം എന്ന് പറയുന്ന സമയത്ത് എല്ലാവർക്കും ടെൻഷനായിരിക്കും. കംഫർട്ടായിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് നിന്ന് മാറി വേറൊന്ന് ചെയ്യാൻ നമ്മൾ ശ്രമിച്ചാൽ മാത്രമാണ് എനിക്കത് ചെയ്യാൻ സാധിക്കും എന്നൊരു ബോധം നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരൊറ്റ സ്ക്വയറിൻ്റെ ഉള്ളിൽ, ആ ഒരു സോണിൻ്റെ ഉള്ളിൽ മാത്രം നിങ്ങൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ല, നിന്നോട് നിൽക്കുക മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നിരന്തരമായിട്ട് ഒരു കാര്യം ചെയ്ത് കംഫർട്ട് സോണിൽ പോകണമെന്ന് വെച്ചാൽ അർത്ഥം നിങ്ങളതിൽ എക്സ്പെർട്ടായി എന്നാണ്. ഒരിക്കലും ഒരു മനുഷ്യൻ്റെ ഡെവലപ്മെൻറ്റ് എവിടെയും അവസാനിക്കുന്നില്ല. ആ കംഫർട്ട് സോൺ ക്രിയേറ്റ് ആയി എന്ന് വെച്ചാൽ മനസ്സിലാക്കുക, ഓക്കെ എൻ്റെ ആക്ടിവിറ്റി ഈ ലെവലിൽ, ഈ സ്റ്റേജ് വരെ ഓക്കെ, ഇനി അടുത്ത ലെവലിലേക്ക് എനിക്ക് ഉയരണമെങ്കിൽ ഈ സോണിൽ നിന്ന് പുറത്ത് കടന്നാലേ പറ്റൂ. അതുകൊണ്ട് ഒരു കാൽക്കുലേറ്റഡ് റിസ്ക് എന്ന് പറയും. എന്തൊരു കാര്യം ചെയ്യുമ്പോഴും പ്ലാൻഡ് ആയിക്കൊണ്ട് ആ റിസ്ക് എടുത്ത് തോറ്റാലും ജയിച്ചാലും മാനേജ് ചെയ്യാൻ പറ്റും എന്നൊരവസ്ഥ ഡെവലപ്പ് ചെയ്തിട്ട് ആ ഒരു സ്റ്റേജിലേക്ക് നമ്മൾ നെക്സ്റ്റ് ചാടണം. അതിൻ്റെ പേരാണ് കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് വരിക എന്ന് പറയുന്നത്, അഥവാ കാൽക്കുലേറ്റഡ് റിസ്ക് ടേക്കിംഗ് എന്ന് പറയുന്നത്.
ഇതൊക്കെ ഒരു മനുഷ്യൻ്റെ കോൺഫിഡൻസ് ലെവൽ നന്നായിട്ട് കൂട്ടാനുള്ള സാധനമാണ്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും ഭയം ഉണ്ടെങ്കിൽ ട്രേസ് ഇറ്റ് ആൻഡ് ഫേസ് ഇറ്റ് എന്നാണ് പറയുക. എപ്പോഴും ഒരു പുതിയ കാര്യം തുടങ്ങുമ്പോൾ ഒന്നുകിൽ അറിവില്ലായ്മയുടെ ഭയം, അഥവാ നമ്മൾ വിട്ടുപോകുന്നതായിരിക്കും നമ്മുടെ കംഫർട്ട് സോൺ എന്നുള്ള സുഖത്തിൻ്റെ നഷ്ടപ്പെട്ടതിൻ്റെ ഭയം, അതല്ലെങ്കിൽ എന്നെക്കൊണ്ട് സാധിക്കുമോ എന്നുള്ളതായിരിക്കുന്ന ഭയം, പല രീതികളിലുള്ള ഭയങ്ങൾ മനുഷ്യന്മാരെ കീഴ്പ്പെടുത്താറുണ്ട്. അതുകൊണ്ട് ഈ പോയിൻ്റിൽ നിന്നൊക്കെ തന്നെ അതിജീവിക്കാൻ വേണ്ടിക്കൊണ്ട് എന്ത് കാര്യത്തിലാണോ നമുക്ക് എന്നെക്കൊണ്ട് പറ്റുമോ എന്ന് സംശയം ഉണ്ടാവുന്നത്, ഭയം തോന്നുന്നത്, ആ കാര്യം ചെയ്യുന്നെ വേണം. ചെയ്തു കഴിഞ്ഞാൽ അതോടുകൂടിയിട്ട് ആ ഭയം ഇല്ലാതാവും. അതുകൊണ്ട് അതിനെ ട്രേസ് ഇറ്റ് ആൻഡ് ഫേസ് ഇറ്റ് എന്ന് പറയുന്ന കാരണം അതാണ്. ചെയ്തു നോക്കൂ, അതെന്താണെങ്കിലും ഒരിക്കൽ നമുക്കതിനെ ഫേസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഭയത്തെ നിങ്ങൾക്ക് ഇല്ലാതാക്കാം. അതുകൊണ്ട് പതുക്കെ പതുക്കെ നിങ്ങളുടെ ഭയത്തിൻ്റെ എല്ലാ ഫയലുകളെയും ഡിലീറ്റ് ചെയ്യണം. കോൺഫിഡൻസ് ലെവൽ വർദ്ധിപ്പിക്കണം. ഒന്നാമത്തെ ആക്സെപ്റ്റൻസ്, രണ്ടാമത്തെ അഫർമേഷൻ, മൂന്നാമത്തെ അവനവന് നമ്മൾ തന്നെ ആദരിക്കൽ, നാലാമത്തെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് വരുന്നത്, അഞ്ചാമത്തെ ട്രേസ് ഇറ്റ് ആൻഡ് ഫേസ് ഇറ്റ്. ഈ 5 പോയിൻറ്റ്സ് നിങ്ങൾ നിങ്ങളുടെ പ്രാക്ടിക്കൽ ലൈഫിൽ കൊണ്ടുവരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ നന്നായി നിങ്ങൾക്ക് ഉയർത്താൻ സാധിക്കും. നിങ്ങൾക്ക് അങ്ങനെ ഒരു ഹൈ ലെവൽ കോൺഫിഡൻസ് നേടാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി.